ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് ഇപ്പോൾ ടൗണിലേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ നമ്മൾ അടിച്ച ഡ്രസ്സുകൾ മാമാൻ്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ കൊടുത്തിട്ട് നമുക്ക് നേരെ ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനും ബ്രദറും കൂടിയിട്ടാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ബോയ്സിന് ഡ്രസ് കോഡ് ഉണ്ട് കേട്ടോ. അത് നേവി ബ്ലൂ ഷർട്ടും പിന്നെ ഒരു ക്രീം കളറോ അല്ലെങ്കിൽ ഏത് പാൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അങ്ങനെയുള്ളൊരു ഡ്രസ് കോഡാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതും ഷർട്ട് വാങ്ങിയിട്ടില്ല, അത് വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ കുട്ടികളുടെ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വൈറ്റ് ട്യൂബ് ലൈറ്റിൻ്റെ ലേസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഈ ഒരു കടയിലാണെങ്കിൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റേറ്റ് കൂടുതലാണ് കേട്ടോ. 160 രൂപയാണ് അവർ 1 മീറ്ററിന് പറയണത്. നമ്മൾ അപ്പുറത്തെ കടയിൽ നിന്ന് പോയ സമയത്ത് അവർ 1 മീറ്റർ 80 രൂപയെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് ഇത്രക്ക് റേറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു എത്ര മീറ്റർ വേണം എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ വില ഒന്നും കുറക്കണം കണ്ടില്ല. അപ്പോൾ ഞാൻ വേറെ ഷോപ്പിൽ പോയിട്ട് ഈ ഒരു സെയിം സാധനം തന്നെ എനിക്ക് 80 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1 മീറ്ററിന്. അപ്പോൾ അതും വാങ്ങിയിട്ടോ. പിന്നെ ഡ്രസ്സ് ബോയ്സിനുള്ളതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ സുഡിയോയിലേക്കാണ് പോണത്. അപ്പോൾ പാലക്കാട് സുഡിയോ വന്നിട്ട് കുറച്ചായെങ്കിലും ഞാൻ ഇതുവരെ സുഡിയോയിൽ പോയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് കോസ്മെറ്റിക്സ് ഒക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞാനിതാ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്ക് മെയിനായിട്ട് കൺസീലർ വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കൺസീലറൊന്നും ഇല്ല. അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് അവിടെ കാലിയായി കിടക്കായിരുന്നു. അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ചോദിച്ചു നോക്കിയിട്ടോ, ഒന്നുമില്ല. പിന്നെ അതാ ലിപ്സ്റ്റിക് ആണെങ്കിൽ ഏകദേശം എല്ലാം ഒരേ ഷെയ്ഡാണ്. ഏതാ ഷെയ്ഡ് തന്നെ ഡിഫറെൻ്റ് ഇല്ല കേട്ടോ. എല്ലാ ഷെയ്ഡും ഒരേപോലെയാണ് വെച്ചിരിക്കുന്നത്. റെഡ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ റോസ്, പിങ്ക് അതൊക്കെ തന്നെയാണ് കൂടുതലുണ്ടായിരുന്നത്. എനിക്ക് വേണ്ടത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡ് 2-3 ഉണ്ടായിരുന്നു. അതെനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ എനിക്ക് നോക്കിയതിൽ എനിക്ക് 2 ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലൊരു കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഞാൻ പിന്നെ അവൻ്റെ സിനാൻ്റെ അടുത്ത് ചോദിച്ചത് ഏതാ രസമുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ കാജലും ഐലൈനറൊക്കെ വാങ്ങിയിട്ടുണ്ട്. സുഡിയോൻ്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊക്കെ വാങ്ങിയ സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഈ ഹോൾ വീഡിയോയിലായിട്ട് ഞാൻ പറയാം കേട്ടോ എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് അവനക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ പ്രൊഡക്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കണതാണ് കേട്ടോ, ഇതിൽ ഏത് വേണം. ഇതാണ് എനിക്ക് 2 എനിക്ക് പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ റെഡ് ഷെയ്ഡാണ്. റെഡ് ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കോലായി മാറും. അപ്പോൾ നമുക്ക് ന്യൂഡ് ഷെയ്ഡാണ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ 2 ഷെയ്ഡിൽ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഹെയർ ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും എനിക്ക് ആവശ്യമില്ല. പിന്നെ ഒരു ലിപ് ബാം എടുത്തിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറിയുടെ തോന്നണേ റെഡ് ഷെയ്ഡ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചുമ്മാ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മറ്റേ ചെരുപ്പ് ഉണ്ടായിരുന്നു, ചെരുപ്പ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലഷ്, പിന്നെ ഹൈലൈറ്റർ, അതൊക്കെ ഒന്ന് ഞാൻ എൻ്റെ ഫേസിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവനക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നതാണ് കേട്ടോ, ബോയ്സിൻ്റെ സെക്ഷനിലേക്ക്. അപ്പോൾ അവന് ഷൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് നല്ലതായി തോന്നിയിട്ട്, കാരണം നമുക്ക് വാഷബിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഷൂ ആണ് കേട്ടോ എടുത്തത് നമ്മൾ. അവിടുത്തെ ലൈറ്റിൻ്റെ എന്തോ ഒരു പ്രശ്നമാണത്. പിന്നെ നമ്മളിതാ അവന് ആ വൈറ്റ് ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ബില്ല് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ട്, ബില്ല് ചെയ്യാനായിട്ട് ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശരി, ആ ടൈം കൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ചെപ്പലൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി. പിന്നെ ഞാനിതാ ബ്ലഷ് ഇട്ട് നോക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഹൈലൈറ്റർ ഇട്ട് നോക്കി. ടൈം പോകണ്ടേ, അത് നല്ല ക്യൂ ആയിരുന്നു. കാരണം ഞങ്ങൾ പോണ സമയത്ത് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് ഞങ്ങൾ ഇറങ്ങാനാവുന്ന സമയത്ത് നേരത്തെ വന്നവരുടെ ബില്ലിങ്ങിൻ്റെ ഇത് തിരക്കുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് എല്ലാവരും വാങ്ങാനായിട്ട് വന്നത്, അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചെപ്പലും ഇതൊക്കെ ഹീൽസൊക്കെ ഇങ്ങനെ ഓർന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം രസം ഉണ്ടാകാൻ നോക്കണം, നമുക്ക് എപ്പോഴെങ്കിലും വാങ്ങുകയാണെങ്കിൽ നോക്കാമല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ വെറുതെ ഇട്ട് നോക്കുകയാണ്. ഇത് എൻ്റെ കാലിക്ക് ചേരുന്നുണ്ടാന്നൊക്കെ നോക്കിയിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ ഇതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരാണ്. അത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നമ്മൾ ഹോൾ വീഡിയോ എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.